കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഫുൾ നിറഞ്ഞു നിൽക്കുന്നത് ഷിംജിത മുസ്തഫയാണ്. ആള് ബസ്സിൽ സഞ്ചരിക്കുന്ന വഴി തനിക്കുണ്ടായ ഒരു ദുരനുഭവം തുറന്നു പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇട്ടായിരുന്നു. അത് ഫുൾ ഇപ്പോൾ വൈറലായിരിക്കുകയാണ്. അതിനെ തുടർന്ന് ദീപക് എന്ന് പറഞ്ഞൊരു യുവാവ് ആത്മഹത്യ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത്തരം ഒരു ദുരനുഭവം ആ സ്ത്രീ നേരിട്ടിട്ടുണ്ടായിരുന്നെങ്കിലോ? അപ്പോൾ അവിടെ ഇര ഷിംജിത മുസ്തഫയല്ലേ? നമ്മൾ ആദ്യം ചർച്ച ചെയ്യേണ്ടത് സോഷ്യൽ മീഡിയ അല്ല കോടതി എന്നുള്ളതാണ്. കോടതിക്ക് വേണ്ടത് തെളിവുകളാണ്, സാക്ഷികളാണ്, അങ്ങനെയൊക്കെയാണ്. നമുക്കിതിലിപ്പോൾ തെളിവില്ല. ഈവൻ ഈ ഷിംജിത ഷൂട്ട് ചെയ്ത വീഡിയോയിൽ അയാൾ സ്പർശിക്കുന്നതായിട്ടോ അങ്ങനെ നമ്മൾ വീഡിയോയിൽ കാണുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും സൈബർ ബുള്ളിങ് ആൾ നേരിടേണ്ടി വന്നത്. ഇപ്പോൾ ഈ മറുപുറം നമ്മൾ ചിന്തിച്ചല്ലോ, അതായത് ഈ വീഡിയോ എടുക്കുന്നതിന് തൊട്ട് മുന്നേ ആ സ്ത്രീ ലൈംഗികമായി അതിക്രമിക്കപ്പെട്ടോ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ എനിക്കൊരു ഇൻസിഡൻറ്റ് പറയേണ്ടി വരും. ഈ കഴിഞ്ഞ തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുന്ന ഒരു അമൃത എക്സ്പ്രസ് ഉണ്ട്. അതിന് ഞാൻ യാത്രയായിരുന്നു. ജനറൽ കമ്പാർട്ട്മെൻറ്റിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ മാവേലിക്കര എത്താറായപ്പോഴത്തേക്കും ഒരു 65-70 വയസ്സിനിടയിലുള്ള ഒരു ചേട്ടൻ എൻ്റെ അടുത്ത് വന്നിരുന്നു. അയാൾ കുറച്ചൊരു എന്താ പറയുക മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് സ്മെല്ല് വരുന്നുണ്ടായിരുന്നു. എങ്കിലും ഓക്കെ, പ്രായമായിട്ടുള്ള മനുഷ്യരല്ലേ എന്ന് വിചാരിച്ച് ഞാൻ സൈഡ് വിൻഡോ സീറ്റിലായിരുന്നു. ഞാൻ പുറത്തേക്ക് നോക്കിയിരിക്കുകയായിരുന്നു. കുറച്ചിങ്ങനെ ഒട്ടി ഇരിപ്പുണ്ട്. അപ്പോൾ ജനറൽ കമ്പാർട്ട്മെൻറ്റാണ്, നമുക്ക് തിരക്ക് ഊഹിക്കാം, പ്രത്യേകിച്ച് രാത്രി സമയത്തെ തിരക്ക് ഊഹിക്കാം. അപ്പം ഞാൻ ഓക്കെ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അയാളുടെ കൈ എൻ്റെ ബ്രസ്റ്റിൻ്റെ ഭാഗത്തേക്ക് വന്നു. അപ്പം എനിക്ക് മനസ്സിലായി പ്രശ്നമുണ്ടെന്ന്. ഞാൻ അപ്പോൾ തന്നെ തിരിഞ്ഞ് എന്താ ചേട്ടാ എന്നാണ് കുറച്ച് ഷൗട്ട് ചെയ്ത് ചോദിച്ചത്. ഈ എൻ്റെ മുന്നിലിരിക്കുന്ന ആൾക്കാരൊക്കെ ഏകദേശം ഉറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് ഞാൻ ചോദിക്കുന്ന ആ ട്രെയിനിൻ്റെ സൗണ്ടൊക്കെ കൊണ്ട് തന്നെ ഇവർ കേട്ട് കാണില്ലായിരിക്കും, ആരും അറിഞ്ഞിട്ടില്ല. അപ്പോഴത്തേക്കും ഈ ചേട്ടൻ എൻ്റെ അടുത്ത് സോറി മോളെ എന്നാണ് ആദ്യം പറയുന്നത്. അപ്പോൾ അയാൾക്കറിയാം അവിടെ തെറ്റ് സംഭവിച്ചിട്ടുണ്ട്, അയാൾ മോശമായിട്ട് എൻ്റെ അടുത്ത് ബിഹേവ് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ള പുള്ളിക്ക്, അതായത് ബോധത്തോടു കൂടി തന്നെയാണ് പുള്ളി എൻ്റെ അടുത്ത് അങ്ങനെ ബിഹേവ് ചെയ്തത്. ഞാൻ ആ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു എഴുന്നേക്കാൻ പറഞ്ഞു. അയാൾ എണീറ്റ് തിരിച്ചു പോയി. ഞാൻ പിന്നെ തിരിഞ്ഞു നോക്കിയപ്പോൾ ആളെ കണ്ടില്ല. ഞാൻ എറണാകുളം എത്തി ഞാൻ ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്ത് ഒരു പെൺകുട്ടി ഇരിക്കുന്നതിൻ്റെ സൈഡിൽ നിലത്തിരിക്കുകയാണ് പുള്ളി. ആ ആളുടെ കൈ ആ പെൺകുട്ടി ഇരിക്കുന്ന സൈഡിലാണുള്ളത്. അവിടെ എന്തെങ്കിലും നടക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ അവിടെയുള്ള കുറച്ച് പിള്ളേരുടെ അടുത്ത് പറഞ്ഞു ആ ചേട്ടനെ ഒന്ന് സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അവരും പറയുന്നുണ്ട് ഞങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന്. ഇപ്പോൾ ഈ പ്രശ്നം നടക്കുന്നതിന് മുന്നേ എനിക്ക് ഇയാൾ എന്നെ തൊടുവെന്നോ എന്നോട് മോശമായിട്ട് ബിഹേവ് ചെയ്യുന്നു ഞാൻ പ്രിഡിക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ എനിക്ക് തുടക്കത്തിൽ തന്നെ ഞാൻ ട്രെയിനിൽ കയറുമ്പോൾ അല്ലെങ്കിൽ ബസ്സിൽ കയറുമ്പോഴേ എനിക്ക് വീഡിയോ ഓൺ ചെയ്ത് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ചിലപ്പം നമ്മൾ ചിന്തിക്കുമ്പം ഷിംജിതയ്ക്ക് ചിലപ്പോൾ അല്ലെങ്കിൽ ഷിംജിയുടെ മുന്നിൽ നിന്ന കുട്ടീനെ മോശമായിട്ട് കണ്ടിട്ടാണ് ആളെ വീഡിയോ എടുത്ത് മുന്നോട്ട് വന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഇവള്, അതായത് ഈ ഇൻസിഡന്റ് കണ്ട് വീഡിയോ ഓണാക്കിയ സമയം തീർന്നിട്ടുണ്ട്. അപ്പം ഇതിന് മുന്നേ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചോ ഇല്ലയോ നമുക്ക് അറിയത്തില്ല. അതാണ് ഈ സോഷ്യൽ മീഡിയ അല്ല ശരിക്കും പറഞ്ഞാൽ കോടതി. സത്യം പറഞ്ഞാൽ ഇതിലെതിരെ ഒരുപാട് ഇപ്പം പുരുഷന്മാരാണെങ്കിലും പല സ്ത്രീകളാണെങ്കിൽ പോലും പറയുന്നുണ്ട് നിങ്ങൾക്ക് ഈ സമയത്തൊന്ന് അവിടെ നിന്ന് ഒച്ച വെച്ചാൽ പോരെ, എന്തെങ്കിലും ഇതുപോലൊരു ഇൻസിഡന്റ് ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ കിടന്ന് ഷൗട്ട് ചെയ്താൽ പോരെ. പക്ഷെ എല്ലാ സ്ത്രീകളും ഒരുപോലെയല്ല. എല്ലാവർക്കും എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പം നമുക്ക് ഈ ചെറുപ്പത്തിലൊക്കെ നമ്മൾ ബസ് യാത്ര ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എവിടെന്നെങ്കിലും വെച്ച് നമുക്ക് മോശമായിട്ടൊരു ഇൻസിഡന്റ് സംഭവിച്ചു എന്ന് വെക്കുക, നമ്മൾ ഭയങ്കര ട്രോമയിലായിരിക്കും. നമുക്ക് പിന്നീട് അത്തരത്തിലൊരു സിറ്റുവേഷൻ വീണ്ടും സംഭവിക്കുമ്പോൾ നമുക്ക് ശബ്ദിക്കാൻ പറ്റിയെന്ന് വരില്ല. ഇതിപ്പം ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക എല്ലാ ലേഡീസിനും ഇതുപോലെ ബസ്സിലോ അല്ലെങ്കിൽ ട്രെയിനിലോ ഒക്കെ യാത്ര ചെയ്യുന്ന തീർച്ചയായിട്ടും എല്ലാവർക്കും ഇതുപോലെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അതിനെതിരെ പ്രതികരിക്കാനുള്ള ആ ഒരു ടൈമിൽ ഞാൻ എനിക്കിങ്ങനെ ഒരു ഇൻസിഡന്റ് വേണ്ട ഞാൻ എന്തായാലും പ്രതികരിക്കുമെന്ന് പറയുന്ന എനിക്ക് പോലും ചില സമയത്ത് പ്രതികരിക്കാൻ പറ്റാതെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എല്ലാവർക്കും ഇങ്ങനെ പ്രതികരിക്കുക, എല്ലാവരുടെയും മൈൻഡും എല്ലാവരുടെയും ഒരു ഇത് സെയിം അല്ലല്ലോ. അപ്പൊ എല്ലാ സ്ത്രീകളും ഒരുപോലെ അല്ലല്ലോ. അപ്പം ഇതുപോലെ ഈവൻ ഞാൻ ഒരു കാര്യം പറയാം, സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്ക് പോലും പുരുഷന്മാരിൽ നിന്നും ഇതുപോലത്തെ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് അവർക്ക് പോലും എന്താ പറയാ പ്രതികരിക്കാൻ പറ്റാത്ത അവസ്ഥയും ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ എൻ്റെ ഫ്രണ്ട്സ് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ഇതിനെക്കുറിച്ച് ഇങ്ങനെ ചർച്ച ചെയ്തല്ലോ, അതായത് ഈ പെൺകുട്ടി ഒളിവിൽ പോയി എന്നുള്ളൊരു ന്യൂസ് വന്ന സമയത്ത് നമ്മളിങ്ങനെ ഫ്രണ്ട്സായിട്ട് ഡിസ്കസ് ചെയ്യുമല്ലോ ഇങ്ങനത്തെ സംഭവം. പ്രത്യേകിച്ച് എനിക്കൊരു ഇൻസിഡൻറ്റ് വന്നതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രണ്ട്സിനടുത്ത് ഡിസ്കസ് ചെയ്യുമ്പോൾ അവർ പറയുന്നത് ഇതുപോലെയാണ്, സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാരെ തന്നെ ഇതുപോലെ മോശമായിട്ട് അവർക്കും ചില സമയത്ത് പ്രതികരിക്കാൻ പറ്റില്ല. അവർക്ക് വേണമെങ്കിൽ നല്ലൊരു നല്ലപോലെ പ്രതികരിക്കാൻ പറ്റും, വേണമെങ്കിൽ ഒന്ന് എൻ്റെ ഫിസിക്കൽ അറ്റാക്കൊക്കെ വേണമെങ്കിൽ നടത്താം. നമ്മളെപ്പോലെ അല്ലല്ലോ അവർ. പക്ഷേ എന്നിട്ട് ഇപ്പം അവർ പറയുന്നത് പല പുരുഷന്മാർക്കും ഇതുപോലെ എന്തെങ്കിലും ഒരു അവസ്ഥ വരുമ്പോൾ അവർക്ക് വീഡിയോ എടുക്കാവുന്നേ ഉള്ളൂ. പക്ഷെ അവർക്ക് എന്താ ഈ വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ച് അവർക്ക് നാണക്കേടാണ്. അപ്പം നമ്മൾ സ്ത്രീകള് നമ്മളുടെ സുരക്ഷയ്ക്ക് വേണ്ടി തന്നെയാണ് ഇപ്പോൾ വീഡിയോ എടുത്ത് മുന്നോട്ട് വരുന്നത്. കാരണം ഇപ്പോൾ കോടതിയിൽ ഇപ്പോൾ പോലീസിൻ്റെ ഇടയ്ക്ക് പറഞ്ഞാൽ ആരുടെയൊക്കെ പറഞ്ഞാലും എന്തെങ്കിലും ഇവിടെ പ്രൂഫാണ് എന്തായാലും
എന്തായാലും അവിടെ വേണ്ടത്. ഇപ്പം ഞാനിപ്പോൾ സോഷ്യൽ മീഡിയ വന്നിട്ട് എനിക്ക് ഇതുപോലെ ഒരു അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞാൽ എല്ലാവരും എന്നെ ട്രോളത്തുള്ളൂ. കാരണം എല്ലാവരും ചോദിക്കും പ്രൂഫ് എവിടെ. നമുക്കിപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. നമ്മൾ ആ ഒരു അതിൻ്റെ ഒരു ഇതിലിരിക്കുമായിരിക്കും, നമുക്ക് ഒരിക്കലും വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. പിന്നെ ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഫുള്ള് ഈ ഒരു സമയങ്ങളിലായിട്ട് ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു സംഭവം നടന്നപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഫുള്ള് നമ്മൾ ട്രോളുകൾ കൊണ്ട് നിറയായിരുന്നു. അത് എന്താണെന്ന് വെച്ചാൽ ഇനി മുതൽ പുരുഷന്മാർ ബസ്സിൽ അല്ലെങ്കിൽ ട്രെയിനിൽ സഞ്ചരിക്കണമെങ്കിൽ അവർക്കൊരു കാർബോർഡ് നടുക്ക് വെക്കണം, ഒരു സ്ത്രീയുടെ അപ്പുറത്തിരിക്കണമെങ്കിൽ എന്തായാലും ഈ ഒരു കാർബോർഡ് വെക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ കുറേ നമ്മൾ എന്താ പറയുക ട്രോളുകളും സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയും നാളും ബസ്സിലും ട്രെയിനിലും സഞ്ചരിച്ച നമ്മൾ സ്ത്രീകൾ ഇത് വെച്ചിട്ടായിരുന്നോ യാത്ര ചെയ്തത്? നമ്മൾ ഇതിനപ്പുറം നമ്മൾ അനുഭവിച്ചാണ് നമ്മൾ ബസ്സിലും ഇതിലും യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം നമ്മൾ ഇതുപോലെ ഇതൊന്നും കൊണ്ടല്ലല്ലോ നടക്കുന്നത്. ഇപ്പോൾ ഈ പറയുന്ന ഇപ്പോൾ എന്താ പറയുക, ഈ രാത്രിയിൽ യാത്ര ചെയ്യുന്ന മിക്ക സ്ത്രീകളുടെയും കയ്യിലൊരു പെപ്പർ സ്പ്രേ ഉണ്ടാവും. സ്ത്രീകളുടെ മാത്രമല്ല, ഇപ്പോൾ പുരുഷന്മാരുടെ കയ്യിലും ഉണ്ട്. ആരെ പേടിക്കുന്നത്? അവിടെയും പുരുഷന്മാരെ തന്നെ പേടിച്ചിട്ടാണ് ഇവരും ഈ ഒരു സാധനം കൊണ്ട് നടക്കുന്നത്. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഈ KSRTC ബസ്സിൽ വെച്ചിട്ട് ഒരു പുരുഷൻ മോശമായി ബിഹേവ് ചെയ്തു എന്നുള്ള രീതിയിൽ മസ്താനി എന്ന് പറയുന്ന ഒരു അവിടെ നിന്നായിരുന്നു തുടക്കം അവിടെ നിന്നായിരുന്നു. അന്ന് ഈ പറയുന്ന സവാദ് എന്നാണ് ആളുടെ പേര്. അയാളെ അറസ്റ്റ് ചെയ്യുന്നു. ഇയാൾ അതായത് ജയിലിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഇയാൾ സ്വീകരിക്കാൻ ഒരു കൂട്ടം പുരുഷന്മാരുണ്ടായിരുന്നു. മാലയിട്ട് സ്വീകരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അത് എത്രയോ പേര് ഷെയർ ചെയ്തു, എത്രയോ പേര് കണ്ടു. മില്യൺ കണക്കിന് ആളുകളാണ് ആളെ സപ്പോർട്ട് ചെയ്തു തന്നെ. ഇതേ വ്യക്തിയെ തന്നെ ബസ്സിൽ വീണ്ടും ഇതേ ഇഷ്യൂയോടുകൂടി പിടിച്ചു. അന്ന് മസ്താനിനെ കുറിച്ച് ഈ സവാദിനെ സപ്പോർട്ട് ചെയ്ത ആളുകൾ പറഞ്ഞ കാര്യം മസ്താനിയുടെ വസ്ത്രധാരണത്തെക്കുറിച്ചാണ്. അതായത് ഒരു സ്ത്രീ അവർ അധ്വാനിക്കുന്ന കാശിന് അവർ മേടിച്ചിരുന്ന ഡ്രസ്സ് അത് എന്ത് ധരിക്കണം, എങ്ങനെ ധരിക്കണം എന്നുള്ളത് തികച്ചും അവരുടെ നമ്മളിപ്പോൾ കേരളത്തിൽ തന്നെ ഇപ്പൊ സംസാരിക്കാനാണെങ്കിൽ വസ്ത്രദാനത്തിന്റെ പേരിലാണ് ഈ പുരുഷന്മാര് പീഡനം അവർക്ക് ഇത് തോന്നുന്നതെന്ന് പറയുന്നുണ്ട്. പർദ്ദയിട്ട ആൾക്കാരെ വരെ എത്രയോ പേര് പീഡിപ്പിക്കുന്നത് നമ്മൾ ഈ സംഭവം കണ്ടിട്ടുണ്ട്. പോട്ടെ, ഫുൾ എന്ന് വെച്ചാൽ നമുക്ക് ഫുൾ മൂടി പൊതിഞ്ഞ് നമുക്ക് മുഖം പോലും ഒന്നും കാണിക്കാത്ത രീതിയിൽ നടക്കാൻ പറ്റുമോ? ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ളവരെ വരെ പീഡനത്തിന് ഇരയാവുന്നുണ്ട്. അപ്പൊ പിന്നെ ഈ വസ്ത്രധാരണത്തിന്റെ പേര് പറയുന്ന തികച്ചും എനിക്ക് അതിനോട് യോജിക്കാൻ പറ്റുന്നില്ല സത്യം പറഞ്ഞാൽ. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് ഷിംജിത മുസ്തഫ എന്ന് പറയുന്ന സ്ത്രീ കൊലയാളിയാണ് എന്നുള്ള രീതിയിലാണ്. നമ്മൾ ഒരിക്കലും ഇതിൻ്റെ ഇപ്പം അനൂജ പറഞ്ഞ പോലെ മറുപുറം ഉണ്ടാവുമല്ലോ, എല്ലാത്തിലും ഒരു മറുപുറം ഉണ്ടാവും. നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ആ വ്യക്തിൻ്റെ വേർഷൻ എന്താണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരിക്കലും ഈ ഷിംജിത മുസ്തഫേന നമ്മൾ ആളുടെ പക്ഷത്ത് നിന്നിട്ടല്ല നമ്മൾ പറയുന്നത്. ഇങ്ങനൊരു സിറ്റുവേഷൻ എന്താ പറയാ എന്നിരുന്ന പുള്ളിക്കാരത്തിക്ക് സംഭവിച്ചിട്ടുണ്ടാകുമോ എന്നുള്ളൊരു സംഭവം നമ്മൾ പറയുന്നത്. അല്ലാണ്ട് ഒരിക്കലും പുള്ളിക്കാരത്തിനെ സപ്പോർട്ട് ചെയ്തിട്ടല്ല നമ്മൾ പറയുന്നത്. നമുക്കിപ്പോഴും അതിന്റെ വാസ്തവം എന്താണെന്ന് അറിയത്തില്ല. പക്ഷെ അങ്ങനെ നടന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ എക്സ്പീരിയൻസിലൂടെ കടന്നു പോയത് കൊണ്ട് നമ്മൾ ചിലപ്പോൾ അങ്ങനെ ചിന്തിക്കും, തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടാവാം എന്ന് ചിന്തിക്കുമല്ലോ. ഈ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ എനിക്ക് ജസ്റ്റ് പറയാൻ തോന്നി. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു ആൾക്കും ഉണ്ടായൊരു ഇൻസിഡൻറ്റ് പറയാൻ എനിക്ക് തോന്നി. അത് മെട്രോയിൽ വെച്ചിട്ടാണ് ഉണ്ടാകുന്നത്. നമ്മൾ സാധാരണ കേട്ടിട്ടുള്ള ബസ്സിൽ ട്രെയിനിൽ വെച്ച് ഇങ്ങനെ ഒരു ആൾക്ക് നമുക്ക് പുരുഷന്മാരിൽ നിന്ന് ഇങ്ങനെ ഉണ്ടാകുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ മെട്രോയിൽ വെച്ചിട്ട് ഞാനും ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഇത് പക്ഷേ സാധാരണ തരത്തിലുള്ളൊരു സംഭവമല്ല. സംഭവം എന്താണെന്ന് വെച്ചാൽ മെട്രോയിൽ യാത്ര ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് തൊട്ടടുത്തിരുന്ന ഒരാൾ കുറേ നേരമായിട്ട് ഫോൺ ഇങ്ങനെ ആളുടെ നേരെ കുറേ നേരമായിട്ട് വെക്കുന്നുണ്ട്. ആളുടെ ബ്രസ്റ്റിൻ്റെ നേരെയും ആളുടെ മുഖത്തിൻ്റെ നേരെയും അങ്ങനെ കുറേ നേരമായിട്ട് ഫോണ് ഇങ്ങനെ ഇതാക്കുന്നുണ്ട്. അപ്പോൾ ആൾക്കൊരു ഡൗട്ട് തോന്നി, ഇയാളിനി എന്താ എൻ്റെ വീഡിയോ എടുക്കുവാണോ? പക്ഷെ നോക്കുമ്പോൾ സ്ക്രീൻ ഓഫാണ്. അപ്പോൾ ആൾ അല്ലായിരിക്കും, വെറുതെ ഒരാളുടെ നേരെ നമ്മൾ ദേഷ്യപ്പെട്ട് വെറുതെ അത് ആളെ ബ്ലെയിം ചെയ്യേണ്ട കാര്യമില്ല. അപ്പം അവിടെ അവൾ സൈലൻ്റ് ആയിരുന്നു. പക്ഷേ കുറേ നേരമായിട്ട് ഡൗട്ട് തോന്നി. അപ്പോൾ ആൾ എന്ത് ചെയ്തു, ആളുടെ ഓപ്പോസിറ്റ് ഒരു പുരുഷൻ തന്നെയായിരുന്നു ഇരുന്നത്. അപ്പോൾ ആൾ നേരെ എഴുന്നേറ്റ് ഓപ്പോസിറ്റ് പോയിരുന്നു. എന്നിട്ട് ആളോട് കാര്യം പറഞ്ഞു, ഇന്ന പോലെ എനിക്കൊരു ഡൗട്ടുണ്ട്, ആൾ എൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് ഡൗട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഓക്കെ, ആ ഒരു പയ്യനായിരുന്നു. ആൾ പറഞ്ഞ് കുഴപ്പമില്ല, നമുക്ക് നോക്കാം, ആളുടെ സ്റ്റേഷനിൽ നമുക്ക് ഇറങ്ങാം. അപ്പം എൻ്റെ ഫ്രണ്ടിൻ്റെ ഇറങ്ങേണ്ട സ്റ്റോപ്പ് കഴിഞ്ഞിട്ടും ആൾ അവിടെ തന്നെ ഇരുന്നു, ഇയാളെ വാച്ച് ചെയ്തുകൊണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇവൾ എണീറ്റ് മാറിയപ്പം പുള്ളിക്കാരൻ വീണ്ടും തൊട്ടടുത്ത് വന്നിരുന്ന പെൺകുട്ടിയുടെ നേരെയായിരുന്നു ഫോൺ ഇങ്ങനെ വെച്ചോണ്ടിരുന്നത്. അപ്പോൾ ആൾക്ക് ഒന്നും കൂടെ ഡൗട്ടായി. ഈ ആൾ ആളുടെ സ്റ്റേഷനെത്തി ആൾ ഇറങ്ങി, കൂടെ ഇവളും ആ പയ്യനും കൂടെ ഇറങ്ങി. ആളെ പിടിച്ചു നിർത്തി ഫോണ് ചെക്ക് ചെയ്ത് നോക്കിയപ്പം ആൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ആളുടെ ഫോണിൽ ആ മറ്റേ പെൺകുട്ടിയുടെയും എൻ്റെ ഫ്രണ്ടിൻ്റെയും വീഡിയോ ഫുൾ ഉണ്ടായിരുന്നു. മീൻസ് കൈയുടെയും ഈ ബ്രസ്റ്റിൻ്റെ സൈഡിലെയും ഒരുപാട് വീഡിയോ ഉണ്ടായിരുന്നു.
അപ്പോൾ ആള് പക്ഷേ ആ സമയത്ത് പോലീസിനെ വിളിച്ചു. അവിടെ മെട്രോ സ്റ്റേഷനിൽ എല്ലാവരും കൂടി അവിടുത്തെ സെക്യൂരിറ്റി വിളിച്ചു, പിന്നെ പോലീസിനെ വിളിച്ചു. അങ്ങനെ അത് സംഭവം ശരിക്കും പറഞ്ഞാൽ കേസായി. ആള് കണ്ട നല്ല മാന്യനാ. ഈ പറഞ്ഞ പോലെ 45 ആ ഒരു ഏജ് തന്നെ ആൾക്കുള്ളത്. ഇത്ര നല്ല മാന്യനാ. അപ്പം ആൾക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി. അപ്പം ശരിക്കും പറഞ്ഞാൽ ആൾ ഇതുപോലെ ഒരു വീഡിയോ ചെയ്തിരുന്നു. പക്ഷേ ആള് സ്റ്റോറി ആയിട്ടാണ് ഇട്ടത്. അപ്പം നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു അറിവുണ്ടായി, ഇങ്ങനൊരു ഇതുണ്ട്, നമ്മൾ ശ്രദ്ധിക്കണം, ഇതുപോലൊരു ആപ്പ് ഉണ്ട്, നമ്മളറിയാതെ സ്ക്രീൻ ഓഫായിരിക്കും, നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുള്ളൊരു സന്ദേശം ആൾ നമുക്ക് തന്നു ശരിക്കും പറഞ്ഞാൽ. അപ്പം ഇനി ഇതുപോലെ ഉണ്ടാകുന്നുണ്ടായിരിക്കും, നമ്മളുടെ വീഡിയോ എടുക്കുന്നുണ്ടായിരിക്കും. വീഡിയോ എടുത്തിട്ട് ഇതുപോലെ പല സൈറ്റുകളിലും പലയിടത്തും മേ ബി ഉണ്ടാവുന്നുണ്ടായിരിക്കും, അറിയത്തില്ല നമുക്ക് അങ്ങനെ ഒരു സംഭവം. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ റീലിൽ കണ്ടതാണ്, ഒരു പെൺകുട്ടി ഫ്രണ്ടിലിരിക്കുന്ന ഒരു ചേട്ടൻ, ഇതുപോലെ തന്നെ മാന്യമായിട്ട് വസ്ത്രം ധരിച്ച ഒരു 45-50 വയസ്സിനിടയിലുള്ള ഒരു ചേട്ടൻ ഫോൺ എടുത്തിട്ട് ഇതുപോലെ പിടിച്ചിങ്ങനെ ഫോട്ടോ എടുക്കുന്നതാണ്. സംശയം തോന്നി ഈ ചേട്ടൻ്റെ ഫോൺ പരിശോധിച്ചപ്പോൾ കുറേ പെൺകുട്ടികളുടെ ഫോട്ടോ ഇതുപോലെ എടുക്കുന്നുണ്ട്. എനിക്ക് മനസ്സിലാവാത്ത ഇത് എന്തായാലും നോർമലായിട്ടൊരു വൃത്തിയുള്ള ഫോട്ടോ കിട്ടില്ല എന്തായാലും. ഇതിന് അവർക്ക് എന്ത് സുഖം കിട്ടുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അറിയത്തില്ല. എന്നിട്ടും ഈ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഇങ്ങനെ ഒറ്റൊരു ഇൻസിഡൻറ്റ് കൊണ്ട് തന്നെ എല്ലാ സ്ത്രീകളെയും കുറ്റക്കാരാക്കി കാണിക്കുന്ന കാണുമ്പോൾ നല്ല വിഷമമുണ്ട് ശരിക്കും പറഞ്ഞാൽ. കാരണം നമ്മൾ ഇതിലും വലുത് സഹിച്ചൊക്കെയാണ് ബസ്സിൽ യാത്ര ചെയ്യുന്നത്. അപ്പം നമുക്കിത് കാണുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അപ്പം എന്തായാലും കേസിൻ്റെ വിധി വരുമ്പോൾ അറിയാമല്ലോ എന്താകും. ബാക്കി കോടതിയുടെ കയ്യിലാണ്. ആള് തെറ്റുകാരാണെങ്കിലും അല്ലെങ്കിലും നമ്മൾ അതെ, തുടക്കത്തിൽ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ അല്ല കോടതി. കോടതിക്ക് തെളിവ് വേണം, സാക്ഷികൾ വേണം, നമുക്ക് കണ്ടറിയാം. തീർച്ചയായിട്ടും.